ബേസിക് അക്കൗണ്ടിങ്ങിൽ വരുന്ന ഫൈനൽ അക്കൗണ്ട്സ് എന്ന് പറയുന്ന ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ബാലൻസ് ഷീറ്റ് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ് ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ നോക്കുന്നത്. അപ്പോൾ നമുക്ക് നേരിട്ട് ക്ലാസ്സിലേക്ക് പോകാം. ബാലൻസ് ഷീറ്റ് നോർമലി പ്രിപ്പയർ ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ടു ഷോ ദി ഫിനാൻഷ്യൽ പൊസിഷൻ അല്ലെങ്കിൽ ടു നോ അബൌട്ട് ദി ഫിനാൻഷ്യൽ പൊസിഷൻ ഓഫ് ദി ഓർഗനൈസേഷനാണ്. ഒരു ഓർഗനൈസേഷൻ്റെ ഫിനാൻഷ്യൽ പൊസിഷൻ എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്നത്. അതായത് ബാലൻസ് ഷീറ്റിൽ ഉൾപ്പെടുന്ന എന്തൊക്കെയാണ്? അസറ്റ്, ലാബിലിറ്റീസ് ആൻഡ് ക്യാപിറ്റലാണ് ഒരു ബാലൻസ് ഷീറ്റിൽ ഉൾപ്പെടുന്നത്. ജസ്റ്റ് ഒരു ബാലൻസ് ഷീറ്റിൻ്റെ ഫോർമാറ്റ് നോക്കാം. രണ്ട് സൈഡാണ് ബാലൻസ് ഷീറ്റിൽ വരുന്നത്. ഒന്ന് ലാബിലിറ്റി സൈഡ്, മറ്റൊന്നെന്താണ്? അസറ്റ് സൈഡാണ്. ലാബിലിറ്റീസ് എമൗണ്ട്, അസറ്റ് എമൗണ്ട് എന്നുള്ള രൂപത്തിലാണ് നോർമലി ഒരു സോൾ ട്രേഡറുടെ കേസിൽ ബാലൻസ് ഷീറ്റ് വരുന്നത്. ഇവിടെ ആദ്യം നമ്മൾ ലാബിലിറ്റീസിനെ കാണിക്കുന്നു. അതായത് കറണ്ട് ലാബിലിറ്റി ഏതെല്ലാം? ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ്, ബിൽസ് പേബിൾ, ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ്, സൺഡ്രി ക്രെഡിറ്റേഴ്സ്, ഇൻകം റിസീവ്ഡ് ഇൻ അഡ്വാൻസ്, ഇതൊക്കെ എന്താണ്? കറണ്ട് ലാബിലിറ്റിയാണ്. ഇനി ലോങ് ടേം ലാബിലിറ്റി കാണിക്കുന്നു, ലോണ് അതേപോലെയുള്ള ലോങ് ടേം ലാബിലിറ്റികൾ. പിന്നെ ക്യാപിറ്റൽ കാണിക്കുന്നു. ക്യാപിറ്റൽ കാണിക്കുന്ന സമയത്ത് ഓപ്പണിംഗ് ക്യാപിറ്റലിന് നമ്മൾ കൊടുക്കുന്നു. അതിൻ്റെ കൂടെ നെറ്റ് പ്രോഫിറ്റ് ആഡ് ചെയ്യണം. നെറ്റ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് വരച്ചാൽ കിട്ടുന്ന റിസൾട്ടാണ്. അതിവിടെ ആഡ് ചെയ്യണം. നെറ്റ് ലോസ് ആണെങ്കിൽ ലെസ് ചെയ്യണം. ഇനി ഡ്രോയിങ്സിനെയും ലെസ് ചെയ്യണം. ഇനി അസറ്റ് സൈഡിലേക്ക് വരുമ്പോൾ ആദ്യം നമ്മൾ കറണ്ട് അസറ്റുകൾ കാണിക്കുന്നു. ക്യാഷ് ഇൻ ഹാൻഡ്, ക്യാഷ് ടു ബാങ്ക്, ബിൽസ് റിസീവബിൾ, സൺഡ്രി ഡെപ്റ്റേഴ്സ്, പ്രീപെയ്ഡ് എക്സ്പെൻസ്, അക്രൂഡ് ഇൻകം, ക്ലോസിംഗ് സ്റ്റോക്ക് പോലെയുള്ള. അതിനുശേഷം നമ്മൾ ഫിക്സ്ഡ് അസറ്റുകൾ കാണിക്കുന്നു. ലാൻഡ് ആൻഡ് ബിൽഡിംഗ്, പ്ലാന്റ് ആൻഡ് മെഷീനറി, അതേപോലെ ഫർണിച്ചർ, ഗുഡ് വില്ല് പോലെയുള്ള. ഓക്കെ, ഇത്തരത്തിലാണ് ഒരു ബാലൻസ് ഷീറ്റിൻ്റെ ഫോർമാറ്റ് വരുന്നത്. ജസ്റ്റ് നമുക്കൊരു ബാലൻസ് ഷീറ്റിൻ്റെ ക്വസ്റ്റ്യൻ നോക്കാം. തന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ഇതാണ്: ഫ്രം ദി ഫോളോയിങ് പെർട്ടിക്കുലേഴ്സ് പ്രിപ്പയർ എ ബാലൻസ് ഷീറ്റ് ആസ് ഓൺ 31 December 2024. ക്യാപിറ്റൽ 40,000 ആണ്. പ്രിമൈസസ് എത്രയാണ്? 50,000 ആണ്. ദെൻ ഫർണിച്ചർ ആൻഡ് ഫിക്സ്റ്റേഴ്സ് 7,500, ബിൽസ് റിസീവബിൾ 3,500, ബിൽസ് പേബിൾ 12,500, സൺഡ്രി ഡെപ്റ്റേഴ്സ് 21,000, സൺഡ്രി ക്രെഡിറ്റേഴ്സ് 14,800, മെഷീനറി 3,500. ഇനി ലോൺ ടു കുമാർ 5,000, ഇൻവെസ്റ്റ്മെൻറ്റ് 3,000, ക്യാഷ് ഇൻ ഹാൻഡ് 250, ക്യാഷ് ടു ബാങ്ക് 3,450, ഡ്രോയിങ്സ് 3,000, നെറ്റ് പ്രോഫിറ്റ് 39,500, പിന്നെ ക്ലോസിംഗ് സ്റ്റോക്ക് 7,000. ഓക്കെ, ഇത്രയുമാണ് ക്വസ്റ്റ്യനിൽ തന്നത്. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഇതിനെ ബേസ് ചെയ്തുകൊണ്ട് ഒരു ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യണം. അപ്പം ജസ്റ്റ് നമ്മൾ ഒരു ബാലൻസ് ഷീറ്റിനെ വരക്കുന്നു. അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കേണ്ടത് ക്യാപിറ്റൽ എന്ന് പറയുന്ന ഒരു ഐറ്റം നമ്മുടെ ക്വസ്റ്റ്യനിലുണ്ട്. ക്യാപിറ്റൽ എന്നുള്ളത് നമ്മൾ കാണിക്കും എങ്ങനെയാണ്? ക്യാപിറ്റൽ ലാബിലിറ്റി സൈഡിൽ ക്യാപിറ്റൽ എന്ന് പറഞ്ഞിട്ട് കാണിക്കും. അതിൻ്റെ കൂടെ നെറ്റ് പ്രോഫിറ്റിനെ ആഡ് ചെയ്യണം. 39,900 ആണ് നെറ്റ് പ്രോഫിറ്റ് വന്നത്. അതിൽ നിന്ന് ഡ്രോയിങ്സിനെ ലെസ് ചെയ്യണം. അപ്പോൾ നമുക്ക് 76,900 എന്ന് കിട്ടും. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ലാബിലിറ്റി സൈഡ് കാണിക്കേണ്ടത് എന്താണ്? എല്ലാ ലാബിലിറ്റികളും ഇവിടെ വരുന്ന ലാബിലിറ്റി എന്താണ്? സൺഡ്രി ക്രെഡിറ്റേഴ്സ് വരുന്നുണ്ട്. ആ സൺഡ്രി ക്രെഡിറ്റേഴ്സിനെ നമ്മൾ കാണിക്കുന്നു. അതേപോലെ ബിൽസ് പേബിൾ എന്ന് പറയുന്ന ഒരു ഐറ്റം കൂടെ വരുന്നുണ്ട്. ബിൽസ് പേബിൾ, ഈ രണ്ട് ഐറ്റവും ലാബിലിറ്റി സൈഡിൽ കാണിക്കുന്നു. ഇനി ബാക്കി വരുന്ന ഐറ്റംസ് പ്രിമൈസസ്, ഫർണിച്ചർ ആൻഡ് ഫിക്സ്റ്റേഴ്സ്, ബിൽസ് റിസീവബിൾ, അതേപോലെ സൺഡ്രി ഡെപ്റ്റേഴ്സ്, മെഷീനറി, ലോൺ ടു കുമാർ, ഇൻവെസ്റ്റ്മെൻറ്റ്, ക്യാഷ് ഇൻ ഹാൻഡ്, ക്യാഷ് ടു ബാങ്ക്, ഇങ്ങനെയുള്ള ഐറ്റംസ്. അതേപോലെ ക്ലോസിംഗ് സ്റ്റോക്ക്. ഇത്രയും ഐറ്റംസിനെ നമ്മൾ എവിടെ കാണിക്കണം? അസറ്റ് സൈഡിലും കാണിക്കണം. അതെല്ലാം അസറ്റുകളാണ്. ഇപ്പോൾ രണ്ട് സൈഡ് നമുക്ക് കൂട്ടിക്കഴിഞ്ഞാൽ 1,04,200 എന്ന് രണ്ട് സൈഡിൻ്റെയും എമൗണ്ട് കിട്ടും. ഇത്തരത്തിലാണ് എന്ത് ചെയ്യുന്നത്? ഒരു ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യേണ്ടത്. ജസ്റ്റ് നിങ്ങൾ വർക്കൗട്ട് ചെയ്ത് നോക്കുക. അതായത് എല്ലാ അസറ്റുകളെയും അസറ്റ് സൈഡിൽ എഴുതുന്നു, എല്ലാ ലാബിലിറ്റീസിനെയും ലാബിലിറ്റി സൈഡിലും എഴുതുന്നു. ഓക്കെ, ഇപ്പോൾ ജസ്റ്റ് നിങ്ങൾ ഒരു ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്ത് നോക്കുക. കൂടുതൽ ക്വസ്റ്റ്യൻസ് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. വീണ്ടും കാണാം. താങ്ക് യു.